ഇന്ന് നമ്മളൊരു പുഡിംഗ് റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ അടികട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറാണ് കേട്ടോ നമ്മൾ ആദ്യം റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാൽ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് തിളക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാലിലോട്ട് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കൊക്കോ പൗഡറും ഈ പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക്. അതായത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ സെയിം ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെതാണ്. പിന്നെ അതുപോലെ ഞാനിവിടെ ഈ ഒരു 500 ml പാലിലോട്ട് ആഡ് ചെയ്യുന്നത് ഈ ഒരു 50 ഗ്രാം കസ്റ്റാർഡ് പൗഡറാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കൊക്കോ പൗഡർ ചെയ്തതുപോലെ തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു ചോക്ലേറ്റിൻ്റെയും പാലിൻ്റെ ആ ഒരു മിക്സിലോട്ട് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കട്ടുകുത്താനുള്ളൊരു ചാൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പോളം ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് പൗഡറൊക്കെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. ഞാനിവിടെ കുറച്ച് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെ അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി പിന്നെ അതുപോലെ കുറച്ച് നിലക്കടല വറുത്തത് ഇത് 3ഉം കൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാൽ മതി. ആ പാലിലോട്ട് ഞാൻ 1 ടീസ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റസ്ക്കാണ് കേട്ടോ. ഇവിടെ സാധാ റസ്ക് ഇല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഈ ഒരു റസ്ക് ഞാൻ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു ബൗളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണേ. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കസ്റ്റാർഡ് മിക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മൾ താഴെ ചെയ്ത അതേപോലെ തന്നെ മുകളിലും റസ്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു കോഫി മിക്സിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം.
നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വെൽവെറ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നമ്മുടെ കോഫി പൗഡർ വെച്ചിട്ട് ഇതുപോലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന നട്ട്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ, മാക്സിമം ഒരു 2 മണിക്കൂർ മതി നമ്മളൊന്ന് റെഫ്രിജറേറ്ററിലൊന്ന് തണുക്കാൻ വെക്കുക. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതി കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.